ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനും കമ്മോഡിറ്റി മാർക്കറ്റിനും അവധിയാണ്. ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ, ചൈന, സിംഗപ്പൂർ അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ ഓപ്പൺ ആണ്. ഇതിൽ ജപ്പാനും അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈന, സിംഗപ്പൂർ ഈ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. വൊളാറ്റിലിറ്റിക്ക് ശേഷം ഡൗ ജോൺസ് ഇൻഡെക്സ് 61 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം S&P 500, നാസ്ഡാക്ക്, റസൽ 2000 ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളും ഒരു മിക്സഡ് സെന്റിമെന്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹാർഡ്വെയർ സ്റ്റോക്കുകൾ പല സ്റ്റോക്കുകളും റീബൗണ്ട് ചെയ്തിട്ടുണ്ട് 2 ദിവസം മുമ്പ് വന്നിട്ടുള്ള ലോയിൽ നിന്ന്. അതേസമയം സോഫ്റ്റ്വെയർ ടെക്നോളജി സ്റ്റോക്കുകൾ ഒരു മിക്സഡ് റിയാക്ഷനാണ്. ഒപ്പം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ യൂറോപ്പിലും സ്ലൈറ്റ്ലി വീക്കായിരുന്നു എല്ലാ ഇൻഡെക്സുകളും. ഏഷ്യയിൽ ഇന്നലെ ഹ്യൂജ് വൊളാറ്റിലിറ്റി ആയിരുന്നു. അത്തരത്തിലൊരു വൊളാറ്റിലിറ്റി തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്നലെ കണ്ടത്. നിഫ്റ്റി 22,282.55 പോയിന്റ് വരെ താഴെ വന്നതിന് ശേഷം ഹ്യൂജ് റിക്കവറിയാണ് നടത്തിയത്. 22,713.7 പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. പ്രീവിയസ് ഡേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 33.7 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസസിലും അത്തരത്തിലൊരു വൊളാറ്റിലിറ്റി തന്നെയാണ് കണ്ടിരുന്നത്. 185.23 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് വൊളാറ്റിലിറ്റിക്ക് ശേഷം BSE സെൻസെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഇന്നൊക്കെ കമ്മോഡിറ്റികളിൽ നല്ല വൊളാറ്റിലിറ്റിയാണ്. നല്ല രീതിയിൽ ഇന്നലെ മുന്നേറിയിരുന്ന കമ്മോഡിറ്റികൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ അലുമിനിയം, അയൺ ഓർ, ഗോൾഡ്, സിൽവർ ഈ കമ്മോഡിറ്റികളിൽ നല്ല മുന്നേറ്റമൊക്കെ കണ്ടിരുന്നു. പക്ഷെ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ട്. ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിലും $4,676 പെർ ഔൺസിനാണ്. സിൽവറും $76.85 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അയൺ ഓറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ടൊരു കൺസോളിഡേഷൻ മോഡായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ അയൺ ഓർ ഫ്യൂച്ചേഴ്സ് 52 വീക്ക് ഹൈ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒരു കൺസോളിഡേഷൻ മോഡാണ് അയൺ ഓർ ഫ്യൂച്ചേഴ്സിൽ കാണുന്നത്. അലുമിനിയത്തിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നേറ്റം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് സ്ലൈറ്റ്ലി വീക്കാണ്. സിങ്ക് അതുപോലെ തന്നെ കോപ്പർ ഈ കമ്മോഡിറ്റികളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലത്തെ കറൻസിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് റിക്കവറിയാണ് ഇന്ത്യയിൽ ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത്. RBIയുടെ മെഷേഴ്സാണ് ഇത്തരത്തിലുള്ള റിക്കവറിക്ക് കാരണം. നോൺ ഡെലിവറബിൾ കറൻസി കോൺട്രാക്റ്റുകളുണ്ട് ഇന്ത്യക്ക് പുറത്ത്. അറൗണ്ട് $149 ബില്യൺ ആണ് ഇതിൻ്റെ വോളിയം നടക്കുന്നത്. ഈ നോൺ ഡെലിവറബിൾ കറൻസി കോൺട്രാക്റ്റുകൾ RBI ബാൻ ചെയ്തിരിക്കുകയാണ്. അതിന് മുമ്പത്തെ ദിവസം ബാങ്കുകൾക്ക് $100 മില്യൺ മാത്രമാണ് എക്സ്പോഷർ RBI കൊടുത്തിരുന്നത്. അതിന് മുകളിലുള്ള എല്ലാ എക്സ്പോഷറും കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ 2 മെഷേഴ്സാണ് വലിയ രീതിയിൽ റുപ്പിയിൽ ഷോർട്ട് കവറിങ്ങിന് കാരണമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് RBIയുടെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുള്ളത്. RBI പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ രൂപ ഇനി സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റികൾക്ക് മാത്രമായിട്ട് ആർക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹെഡ്ജിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ റുപ്പീനെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുകയാണ്. 1 വർഷം മുമ്പ് തന്നെ ഇന്ത്യയിലെ കറൻസി എക്സ്ചേഞ്ചുകളിൽ ഇത്തരത്തിലുള്ള മെഷേഴ്സൊക്കെ എടുത്തിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഇനീഷ്യലി കണ്ടിരുന്നു. എന്നിരുന്നാലും ഓവർസീസ് മാർക്കറ്റുകളിൽ നോൺ ഡെലിവറബിൾ കറൻസി കോൺട്രാക്റ്റുകൾ വലിയ രീതിയിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. ഇന്ത്യൻ റുപ്പീനെ താഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീനെ US ഡോളറിന് ആയിട്ട് വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജോർജ് സോറോസ് അടക്കമുള്ളവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വലിയ രീതിയിൽ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഏകദേശം $30 ബില്യൺ ലോസ് വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നീക്കം വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസിലുണ്ടാവുന്ന ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ മൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ തീർച്ചയായും
തീർച്ചയായിട്ടും ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം. റുപ്പി മൂവ്മെൻ്റ് ഒന്ന് വാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ വേൾഡ് ഗോൾഡ് കൗൺസിൽ ഫെബ്രുവരി മാസത്തെ സെൻട്രൽ ബാങ്ക് ബൈയിങ് ഡാറ്റ പുറത്ത് വന്നിട്ടുണ്ട്. സെൻട്രൽ ബാങ്കുകൾ 19 ടെൻസാണ് ഫെബ്രുവരി മാസത്തിൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് ഫെബ്രുവരി മാസത്തിൽ ഒരു പക്ഷേ സെൻട്രൽ ബാങ്കുകൾ സെല്ലേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. പോളണ്ട് സെൻട്രൽ ബാങ്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയിരിക്കുന്നത്. 20 ടെൻസാണ് പോളണ്ട് സെൻട്രൽ ബാങ്ക് വാങ്ങിയിരിക്കുന്നത്. അതേസമയം ചെക്കോസ്ലോവാക്യ അതുപോലെ തന്നെ മലേഷ്യ ഈ രാജ്യങ്ങൾ 2 ടെൻസും വീതം വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഉസ്ബെക്കിസ്ഥാൻ 8 ടെൻസ് വാങ്ങിയിട്ടുണ്ട്. ചൈന 1 ടെൻ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് ബൈയിങ് ഡാറ്റ. ടോട്ടൽ 19 ടെൻസ് ആണ് വാങ്ങിയിരിക്കുന്നത്. റഷ്യൻ സെൻട്രൽ ബാങ്ക് 6 ടെൻസ് വിറ്റിട്ടുണ്ട്. ടർക്കിഷ് സെൻട്രൽ ബാങ്ക് 8 ടെൻസ് വിറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വരുന്നത് ടർക്കിഷ് സെൻട്രൽ ബാങ്ക് മാർച്ച് മാസത്തിൽ 69 ടെൻസ് വിറ്റിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും അത് മാർച്ച് മാസത്തെ ഡാറ്റ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഫെബ്രുവരി ഡാറ്റ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ മാർച്ച് 27 അവസാനിച്ച ആഴ്ചയിലത്തെ ETF-കളുടെ ബൈയിങ് ഡാറ്റയും വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ETF-കൾ 34 ടെൻസാണ് വിറ്റിരിക്കുന്നത് മാർച്ച് 27 വരെ മാർച്ച് മാസത്തിൽ. തീർച്ചയായിട്ടും ഇത് സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസ് ആണ്. യൂറോപ്പ് അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക ഈ കോണ്ടിനെന്റുകളിലെല്ലാം തന്നെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വിറ്റിരിക്കുകയാണ്. നെറ്റ് സെല്ലിംഗ് ഫിഗർ ആയിട്ട് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഡാറ്റ കാണുന്നത് 34 ടെൻസാണ്. അതേസമയം അമേരിക്കയിലുള്ള പല ETF-കളും മാർച്ച് മാസത്തിൽ ബൈയിങ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. അതേസമയം മറ്റ് പല വളരെ ആക്റ്റീവ് അല്ലാത്ത ETF-കൾ വലിയ രീതിയിൽ സെല്ലിംഗ് നടത്തി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ മിക്സഡ് ന്യൂസ് ഫ്ലോസ് ആണ് ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഓവറോൾ ഒരു പോസിറ്റീവ് ബയാസ് ആണ് ഗോൾഡിൻ്റെ കാര്യത്തിലുള്ളത്. സേഫ് ഹാൻഡ് സ്റ്റാറ്റസ് ഗോൾഡിന് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫാളിൽ ഗോൾഡിലും ഒരു ബൈയിങ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പിയുടെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ റുപ്പി മൂവ്മെൻ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളുടെ മാർച്ച് മാസത്തെ ഡാറ്റ വരാൻ പോകുന്നത് ഏപ്രിൽ 3rd വീക്കോട് കൂടിയൊക്കെയാണ്. വലിയ രീതിയിൽ സെല്ലേഴ്സ് ആണ് ഗോൾഡിൽ എങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിൽ അതിൻ്റേതായ ഒരു വോളാട്ടിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിപ്പ് ബൈയിങ് ഗോൾഡിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഒരു നല്ലൊരു കമ്മോഡിറ്റിയാണ്. ഷോർട്ട് ടു മീഡിയം ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ $4,098 പെർ ഔൺസ് ആണ് റീസെൻ്റ് ആയിട്ട് ലോ വന്നിരിക്കുന്നത്. ആ ലോ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ വീണ്ടും ആ ലോ ഒക്കെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു പക്ഷേ $3,800 പെർ ഔൺസ് വരെയൊക്കെ താഴെ പോയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഓവറോൾ ന്യൂസ് ഫ്ലോസ് വെച്ച് അസസ് ചെയ്യുമ്പോൾ ഗോൾഡിലും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനാണ് സാധ്യതകൾ കൂടുതൽ. ഇനി ഏപ്രിൽ മാസത്തിൽ 3rd വീക്കിൽ മാർച്ച് മാസത്തെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഡാറ്റ വരുമ്പോൾ വലിയ രീതിയിൽ സെല്ലേഴ്സ് ആണെങ്കിൽ അതിൻ്റേതായ വോളാട്ടിലിറ്റി ഒക്കെ നമുക്ക് ഗോൾഡിലും എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്, പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ കമോഡിറ്റി മാർക്കറ്റിനും സ്റ്റോക്ക് മാർക്കറ്റിനും അവധിയാണ്. ഏഷ്യയിലെ ചില മാർക്കറ്റുകൾ ഓപ്പൺ ആണ്. ചൈനയിൽ, ജപ്പാനിൽ, അതുപോലെ തന്നെ സൗത്ത് കൊറിയയിലൊക്കെ ഈ മാർക്കറ്റുകളും ഒരു മിക്സഡ് റിയാക്ഷനാണ് കാണിക്കുന്നത്. ഇനി അമേരിക്കയിൽ സ്പേസ് എക്സ് എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ഗ്രോക്ക് AI മെർജ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് കമ്പനികളായിട്ടൊക്കെ സ്റ്റാർലിങ്ക് ഒക്കെ ആയിട്ട് മെർജ് ചെയ്തതിന് ശേഷം ഒരു IPO ഫയൽ ചെയ്തിട്ടുണ്ട്. $1.75 ട്രില്യൺ ആണ് ഇതിൻ്റെ വാല്യുവേഷൻ വരുന്നത്. റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് $40 ബില്യൺ മുതൽ $80 ബില്യൺ വരെയാണ്. ഈ IPO സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ IPO ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ IPO ആയിട്ട് മാറാൻ പോകുന്നത്. ഇതിനു മുമ്പ് 2019 $25.66 ബില്യൺ റേസ് ചെയ്തിട്ടുള്ള സൗദി അരാംകോ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ IPO. അപ്പോൾ സ്പേസ് എക്സിൻ്റെ IPO എലോൺ മസ്കിനെ ഫസ്റ്റ് ട്രില്യണറായിട്ട് മാറ്റും. അതോടൊപ്പം തന്നെ ലോക
ലോകത്തിലത്തെ ഏറ്റവും വലിയ IPO ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ IPO ഫയൽ ചെയ്തിട്ടുണ്ട്. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിന് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് അതുപോലെ തന്നെ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ NRIസിനെ സംബന്ധിച്ചും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്പേസസിൻ്റെ IPOയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഷെയർ വെൽത്തും ഇത്തരത്തിൽ ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിന് സ്പേസസിൻ്റെ IPOയിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വർഷം ഒരു ഇന്ത്യൻ റെസിഡൻറ്റിന് $2.5 ലക്ഷം ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നത് നല്ലൊരു കാര്യമായിരിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അമേരിക്കയിലത്തെ മേജർ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് ആയാലും ടെസ്ല ആയാലും ആൽഫബറ്റ് ആയാലും അതുപോലെ തന്നെ മെറ്റ പ്ലാറ്റ്ഫോം ആയാലും ഒപ്പം ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളുണ്ട്. സാൻഡിസ്ക്, സീഗേറ്റ്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഡിജിറ്റൽ ടെക്നോളജീസ്, മൈക്രോൺ. ഈ സ്റ്റോക്കുകളൊക്കെ വാങ്ങാനായിട്ട് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുന്നതും ഇൻവെസ്റ്റേഴ്സിന് നന്നായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം കണ്ടിന്യൂ തന്നെയാണ്. ഈ സംഘർഷം എന്ന് തീരുമോ എന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പുമില്ല. അതേസമയം ഇറാൻ വീണ്ടും UAEയിലുള്ള ഡാറ്റാ സെൻറ്ററുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനിലെ ഏറ്റവും ടോളസ്റ്റ് ബ്രിഡ്ജൊക്കെ തകർത്തിരുന്നു. അതിന് പകരമായിട്ട് UAE അടക്കമുള്ള രാജ്യങ്ങളിലെ ബ്രിഡ്ജുകളെല്ലാം തകർക്കുന്നതാണ് ഇപ്പോൾ ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസൊക്കെ വീണ്ടും മുന്നേറിയേക്കാം. അതേസമയം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ചരക്ക് ഗതാഗതം നടത്തുന്ന ഷിപ്പുകളെയൊന്നും തന്നെ ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിക്കില്ല. ഇന്ത്യ ഒരു ഫ്രണ്ട്ലി രാജ്യമാണ്, എതിർ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഒരു പ്രൊഹിബിഷൻ ഉള്ളൂ എന്നുള്ള റിപ്പോർട്ടാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് റിയാക്ഷൻ വലിയ രീതിയിൽ ഫർദർ കാണാനായിട്ട് സാധ്യതയില്ല. മറിച്ച് വലിയ രീതിയിലൊരു ഗ്ലോബൽ ക്രാഷൊക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ എല്ലാവർക്കും വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഈസ്റ്റർ അഡ്വാൻസ് ആയിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.